ഗൈസ് ഞങ്ങൾ അങ്ങനെ കുറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കൊൽക്കട്ടയിൽ എത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോ ഏതോ ഒരു പുള്ളി വന്നിട്ട് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. എനക്കും നന്ദക്കും പിന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് അയാൾ പറയണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് 2 മലയാളികളെ കിട്ടിയിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങാൻ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വായോ നോക്കാന്ന്. ആ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു അങ്കിൾ ഇവിടെ ഉണ്ട്. പുള്ളിയാണ് അവരുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്കിള് ഞങ്ങളോട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഫുഡ് അയച്ചോന്ന് മാത്രമേ ചോദിച്ചു. എന്നിട്ട് കാറി കയറിക്കോളാനും പറഞ്ഞു. ഒരു പരിചയവും ഇല്ലാത്ത ഞങ്ങൾ അവരുടെ കൂടെ കൂട്ടി ഫുഡും മേടിച്ചെന്ന് ഇറങ്ങേണ്ടടുത്ത് കൊണ്ട് വിടുകയും ചെയ്തു. പോവാൻ നേരത്ത് ഫോൺ നമ്പറും തന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ എന്നിട്ട് ഈവനിങ് ആയപ്പോഴേക്കും ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടുന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറെ ദൂരം വെറുതെ നടന്നു. ഇവിടെ നോക്കിയാൽ കുറെ നല്ല നല്ല വണ്ടികളൊക്കെ കാണായിരുന്നു. പക്ഷെ ഏയില് പോയാലും റോഡ് സൈഡ് മൊത്തം നല്ല വണ്ടികളൊക്കെ നശിപ്പിച്ചിട്ടേക്കുക. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിൽ മൊത്തം ചാക്കി കെട്ടി വേസ്റ്റ് ഉണ്ടെന്ന് തള്ളണ പോലെ ഇവരിവിടെ വണ്ടികളും ഉണ്ടെന്ന് കളിയാക്കണം. ഞാനവിടെ ഗ്ലാസ് ഒക്കെ പിടിച്ച് മെയിനാവായിരുന്നു. ഞങ്ങളവിടെ വഴി കണ്ട ഒരു കടയിൽ നിന്ന് മോമോസ് അടിച്ച് 50 രൂപ ആ ചേട്ടന് 8 മോമോസ് തരാന്ന് പറഞ്ഞു. വിശന്നിട്ടാണോന്ന് അറിഞ്ഞൂടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്ലേറ്റ് കൂടെ ഞങ്ങൾ അവിടെ നിന്ന് പാഴ്സൽ മേടിച്ച്. നന്ദു അവിടുന്ന് എഗ് റോളൊക്കെ മേടിച്ച് കഴിക്കണ്ടായിരുന്നു. എല്ലാത്തിനും ഒടുക്കത്ത് ചൂടായതുകൊണ്ട് വായ മൊത്തം പൊള്ളി. അതുകൊണ്ടൊന്ന് തണുപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരു കടയിൽ നിന്ന് ഷേക്കും പാഴ്സലും മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്ന്. അപ്പൊ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.